അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, ശ്രോതാക്കളെ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബറുൽ ഖുലഫാ, അള്ളാഹുവിൻ്റെ പ്രതിനിധികളിൽ വെച്ച് ഏറ്റവും വലിയ ഖലീഫയാണ്. അള്ളാഹുവിന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങൾ പറയുവാനും നമുക്ക് അള്ളാഹുവിനോട് പറയുവാനുള്ള കാര്യങ്ങൾ പറയുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സൃഷ്ടാവുമായുള്ള മുനാജാത്താവുന്ന നമസ്കാരത്തിൽ സൃഷ്ടികളുമായി അഭിമുഖീകരിക്കരുത് എന്ന നിയമം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധകമല്ല. സൃഷ്ടാവിനോടുള്ള ആ മുനാജാത്തിനിടയിൽ നമ്മുടെ ഹബീബിനോട് നമുക്ക് അഭിമുഖീകരിക്കാം. കാരണം ലിഅന്ന ഖിതാബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഖിതാബിഹി തആല, അള്ളാഹുവിൻ്റെ റസൂലിനെ നാം അഭിമുഖീകരിക്കുന്നത് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്നത് പോലെയാണ്. ഒരുപാട് ഖലീഫമാരും വസീലകളും ഇവിടെ വന്നിട്ടുണ്ട് എങ്കിലും ആ വസീലകളുടെയും പ്രതിനിധികളുടെയുമെല്ലാം നേതാവും യജമാനരും അസുറുമാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അഷ്റഫുൽ വസായിലാണ്. സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള അൽ വാസിത്തത്തുൽ ഉളുമ. അൽ അംബിയാഉ ഖുലിഖു മിനർ റഹ്മ വൻ നബിയു ഐനുർ റഹ്മ. മറ്റു നബിമാരെല്ലാം ഒരു പ്രത്യേകമായ റഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റഹ്മത്തിൻ്റെ സത്തയാണ് എന്ന് മഹാന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ അംബിയാഉ സ്വദഖത്തുല്ലി ഉമമിഹിം വ അന അന്നിഅമത്തുൽ മുഹ്ദ. എല്ലാ നബിമാരും അവരുടെ സമുദായത്തിനിക്ക് സ്വതക്കകളാണ് എങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്നും ബഹുമാന പുരസ്സരം അയക്കപ്പെട്ട നിഅമത്താകുന്നു, ഹദിയയാകുന്നു എന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബിൻ്റെ കയ്യിലാണ് എല്ലാം. അവിടുന്നില്ല എങ്കിൽ ഭൂമിയില്ല, സ്വർഗമില്ല, അർശില്ല, ഒന്നുമില്ല. ആരാണവർ? എന്താണത്? മൻഹുവ വമാഹിയ. അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്തതുപോലെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം ശരിയായ വിധം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് മഹത്തുക്കളായ ഇമാമുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. മാലിക്കുൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമാധികാരി എന്ന് യഥാർത്ഥ ഉടമയായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് പോലെ മറ്റൊരർത്ഥത്തിൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള ഉടമയാണ്, അധികാരിയാണ്. ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, നോക്കി നടത്താനുള്ള അള്ളാഹുവിൻ്റെ കാര്യസ്ഥരാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുൽ മുഅ്തി വ അനൽ ഖാസിം. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവനെങ്കിലും അതിൻ്റെ വിതരണക്കാരൻ ഞാനാണ് എന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഹത്തിലും പരത്തിലുമുള്ള ഏത് കാര്യവും എത്ര അളവിലും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വീതിച്ച് നൽകുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പരത്തിലും സ്വർഗത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഇഷ്ടം പോലെ പതിച്ചു നൽകുവാൻ ഇവിടുത്തെ ഭൂമിയും സ്വർഗത്തിലെ ഭൂമിയും പതിച്ചു നൽകുവാനുള്ള അധികാരം അല്ലാഹു തആല ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവരാണ് നമ്മുടെ നബി, നമ്മുടെ എല്ലാമെല്ലാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. അവിടുത്തെ ഫളായിലുകളും
ഫവാദിലുകളും പറഞ്ഞാൽ തീരുകയില്ല. ആന്തരിക സൗന്ദര്യവും ബാഹ്യ സൗന്ദര്യവും പാരമ്യതയിൽ എത്തി നിൽക്കുന്ന അത്ഭുതങ്ങളുടെയും ആശ്ചര്യങ്ങളുടെയും കലവറയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറയേണ്ടി വന്ന അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടി. അവരാണ് നമ്മുടെ നബി, നമ്മുടെ ഹബീബ്, നമുക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവർ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിശ്വാസികൾക്ക് എല്ലാത്തിനേക്കാളും ഏറ്റവും വേണ്ടപ്പെട്ടവരും കടമപ്പെട്ടവരും. നമ്മുടെ കൺകുളിർമകളാവുന്ന പൊന്നുമക്കളേക്കാൾ, നമ്മുടെ ജീവൻ്റെ പാതികളാവുന്ന ഇണകളേക്കാൾ, നമ്മുടെ എല്ലാമായ ഉമ്മമാരേക്കാളും ഉപ്പമാരേക്കാളും എന്നു വേണ്ട നമ്മേക്കാളുമെല്ലാം നാം കടമപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അല്ലാഹു തആല തന്നെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉണ്മക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സുഖാസ്വാദനങ്ങൾക്കും എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ അതിനെല്ലാം കാരണക്കാരായ ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവർക്കല്ലേ നാം നമ്മുടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം സമർപ്പിക്കേണ്ടത്? തീർച്ചയായും അവർക്കാണ് സമർപ്പിക്കേണ്ടത്. അന്നബിയു ഔല, അവർക്ക് നാം എല്ലാം സമർപ്പിക്കണം. കരൾ പറിച്ചു തരാം എന്നത് മഹബത്തിൻ്റെ വരികളായി ഒരു കവി മനസ്സിൽ നിന്നും ഉണ്ടായതാണ് എങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ നിയമമാകുന്നു. വേണമെങ്കിൽ കരൾ പറിച്ചു നൽകാനും ജീവൻ നൽകാനും എല്ലാം നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മുടെ ഔദാര്യമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവകാശമാകുന്നു. വഹുവ ഇദഹ്താജ ഇലാ മാലിൽ ബശർ അഹഖു മിൻ മാലികിഹി ബിലാ നളർ ലിഅന്നഹു ഔലാ ബിദിൽ ഈമാനി മിൻ നഫ്സിഹി ബിൻ നസ്ഫി ഫിൽ ഖുർആനി. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവുമെല്ലാം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായി വരുന്ന സമയത്ത് നമ്മുടെ റൂഹിനെയും ജീവനെയും പണയപ്പെടുത്തിയിട്ട് ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് നൽകൽ നമ്മുടെ ബാധ്യതയാണെന്ന് അള്ളാഹു തആല തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് കിട്ടുവാനുള്ള അവകാശങ്ങൾ അവിടുന്ന് ചോദിക്കുന്നില്ല. നമുക്ക് അവിടുന്ന് നൽകേണ്ട ബാധ്യതയായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ് ഹബീബ് അപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ദനുസൂലി ഹാദിഹില്ലായ, ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല മാ ലഹു ഫീ ദാലിക് മിനൽ ഹഖ്. ഈ ആയത്തിലൂടെ അള്ളാഹു തആല എന്തെല്ലാം അവകാശങ്ങളാണോ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് എങ്കിൽ അതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചിട്ടില്ല. വഇന്നമാ ദക്കറ മാ ഹുവ അലൈഹി, തങ്ങൾ നമുക്ക് ചെയ്യേണ്ട ബാധ്യതകൾ മാത്രമാണ് തങ്ങൾ നമ്മോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലന്നാസി ബിഹി ഫിദ്ദുനിയ വൽ യൗമിൽ ആഖിർ. അന്ത്യനാളിലും ദുനിയാവിലും മനുഷ്യരിൽ വെച്ച് ഏറ്റവും നിങ്ങൾക്ക് കടമപ്പെട്ടവർ ഞാനാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും മൻ തറക്ക ദൈനൻ ഔ ലയാഅൻ, വല്ല കടവും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിരാലംബരായ കുടുംബത്തെ ഇട്ടേച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ, ഫല്യത്തിനി, അവർ എൻ്റെ അരികിലേക്ക് വന്നുകൊള്ളട്ടെ. ഫഅന മൗലാഹു, ഞാൻ അവർക്ക് സംരക്ഷണം നൽകും, ഞാൻ അവർക്ക് തുണയാകും, ഞാൻ അവരുടെ അത്താണിയാണ്, അതെൻ്റെ ബാധ്യതയാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറം എനിക്ക് ഇന്നത് നൽകണം, എനിക്ക് ഇന്ന അവകാശമുണ്ട്, നിങ്ങൾ എനിക്ക് അങ്ങനെ നൽകണം, ഇത് നൽകേണ്ടതുണ്ട് എന്ന് നമ്മോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇൻ യുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അള്ളാഹുവേ, എൻ്റെ സമുദായം നിൻ്റെ അടിമകളാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ഈ ഉമ്മത്ത് മുഴുവനും സുഖനിദ്രയിൽ കഴിയുന്ന സമയത്ത് ഉറക്കമൊഴിച്ച് നമസ്കാരത്തിലായിരിക്കെ റുക്കോയിലും സുജൂദിലുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. നമുക്ക് വേണ്ടിയായിരുന്നു അവിടുന്ന് ജീവിച്ചത്. സ്വന്തം നാട് വിടേണ്ടി വന്നു, സ്വന്തം കാലിൽ നിന്ന് രക്തം ചിന്തേണ്ടി വന്നു, പല്ല് പൊഴിയേണ്ടി വന്നു,
ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം മഹ്ശറിൽ വരുമ്പോൾ ആ മഹ്ശറിലെ ആപൽകരമായ ഘട്ടങ്ങളിൽ നമ്മെ തെരഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് വിലപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നമ്മെ തെരഞ്ഞ് ഓടി നടക്കുന്ന നമ്മുടെ ഹബീബ് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തോ ഒരു വാത്സല്യമാണ്, എന്തോ ഒരു കരുണയാണ്, എന്തോ ഒരു ഇഷ്ടമാണ് ഈ ഉമ്മത്തിനോട് അവിടുന്ന് ഉണ്ടായിരുന്നത്. തങ്ങളെ ക്ഷമിക്കണം. അങ്ങയോടുള്ള കടമകൾ തിരിച്ചറിയുവാൻ, ആ കടമകൾ തിരിച്ചറിഞ്ഞ് അതിനെ നന്ദി ചെയ്യുവാൻ, പകരം ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. വാക്കുകളിൽ ഒതുക്കുവാൻ സാധിക്കുകയില്ല, മനസ്സിൽ കൊണ്ടു നടക്കുവാനും സാധിക്കുകയില്ല. എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത് എന്നത് പോലും ഞങ്ങൾക്കറിയില്ല. എന്താണ് അങ്ങയുടെ കടമകൾ, അങ്ങയോട് ചെയ്യാനുള്ള കടമകൾ എന്തൊക്കെയാണ്, എത്രയാണ്, ഏതൊക്കെയാണ് എന്നതുപോലും അറിയാൻ കഴിയാത്ത പാവങ്ങളാണ് ഞങ്ങൾ. ഈ വിഷയത്തിലും അങ്ങയോട് തന്നെ ഞങ്ങൾ അവലാതി പറയുന്നു, ക്ഷമിക്കണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.